എന്താണ് ഈ മെയിൻ്റനൻസ് കേസ്? മെയിൻ്റനൻസ് കേസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് വൈഫിന് ക്ലെയിം ചെയ്യാം, ഒരു ഡിവോഴ്സ്ഡ് വൈഫിന് ക്ലെയിം ചെയ്യാം, അവർ മാരേജ് ചെയ്യുന്നത് വരെ. അതുപോലെ കുട്ടികൾക്ക് മെയിൻ്റനൻസ് കിട്ടേണ്ടതുണ്ട്, അതുപോലെ പിന്നെ നിർദ്ധരായ പാരൻസിന് കിട്ടേണ്ടതുണ്ട്. ഇനി ആർക്ക്, ഈ വൈഫാണല്ലോ മിക്കവാറും നമ്മൾ മെയിൻ്റനൻസ് കേസ് എന്ന് പറയുമ്പോൾ വൈഫ് കൊടുക്കുന്നതാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കണം എന്നാണല്ലോ ചിന്തിക്കുക. അപ്പോൾ ഈ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് വരുമാനം ഒന്നുമില്ല, അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത്. ഇപ്പം ഒരു ചെറിയൊരു ജോലിയാണ്, ഒരു കടയിലൊക്കെ നിൽക്കുമ്പം മാക്സിമം പോയാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പം ആ കാശ് കൊണ്ട് അവർക്ക് സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ തന്നെയും ഈ വൈഫിന് മെയിൻ്റനൻസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് മെയിൻ്റനൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് ജോലിയില്ല, വരുമാനമില്ല, അയ്യോ എനിക്ക് പണിയെടുക്കാനുള്ള സിറ്റുവേഷൻ അല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലെ എൻ്റെ ജോലി പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് മെയിൻ്റനൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഒരു മെയിൻ്റനൻസ് പെറ്റീഷൻ കോടതിയിൽ വന്നു കഴിഞ്ഞ് ഇപ്പം കോടതി പറയാണ് ഇത്ര രൂപ കൊടുക്കണം എന്ന് കോടതി ഓർഡർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കംപ്ലൈ ചെയ്യണം. കംപ്ലൈ ചെയ്തില്ലെങ്കിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യാൻ വരെ ഉള്ള അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡിവോഴ്സ്ഡ് ആകുന്നത് വരെ, ഡിവോഴ്സ് ആയതിനു ശേഷം ഈ വൈഫ് വേറെ കല്യാണം കഴിക്കുന്നവരെ, ഡിവോഴ്സ് ആയ സ്ത്രീ കല്യാണം കഴിക്കുന്നത് വരെ മെയിൻ്റനൻസ് എക്സ് ഹസ്ബൻഡിൽ നിന്നും കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ ഇതിലിപ്പം ഈ പറയുന്ന വൈഫിന് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കിട്ടാൻ അവകാശമൊന്നുമില്ല. പിന്നെ ചോദിച്ചങ്ങോട്ട് ചെന്നേക്കരുത്. അപ്പൊ അങ്ങനെ കുറെ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ലീവ് ഇൻ ടുഗദർ റിലേഷനിൽ വരുന്ന ആൾക്കാർ, ലീവ് ഇൻ ടുഗദറിലെ പാർട്ട്ണറിനും മെയിൻ്റനൻസ് കിട്ടാൻ അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് പുതിയൊരു അറിവാണ്. ലീവ് ഇൻ ടുഗദറിൽ നിൽക്കുന്ന ഒരു പാർട്ട്ണർ ഇപ്പൊ എനിക്ക് ചെലവിന് തരുന്നില്ല, പക്ഷെ ഇറ്റ്സ് എ നാച്ചർ ഓഫ് മാരേജ് ആയിരിക്കണം. മാരേജ് ഒന്നും നടന്നിട്ടില്ല, പക്ഷെ ഇവര് ഒരുമിച്ചാണ് ജീവിക്കുന്നത്, കുറച്ച് വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് എന്ന് ചോദിച്ചാൽ കോടതി തരത്തൊന്നുമില്ല. പക്ഷെ ഒരു നേച്ചർ ഓഫ് മാരേജിലാണ് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ട്ണറിന് മെയിൻ്റനൻസ് കിട്ടാനുള്ള അവകാശമുണ്ട്. ഇനി അതിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കും അവകാശമുണ്ട് മെയിൻ്റനൻസ് കിട്ടാൻ.